ഗംഗാവലിപ്പുഴയിൽ നിന്ന് പുറത്തെടുത്ത അർജുന്റെ മൃതദേഹം കാർവാർ മെഡിക്കൽ കോളേജിലാണുള്ളത്. നേരത്തെ ശേഖരിച്ചു വെച്ച അർജുന്റെ DNA സാമ്പിളുകൾ മൃതദേഹാവശിഷ്ടവുമായി ഒത്തുനോക്കുന്നതാണ് അടുത്ത നടപടി. ഫലം പുറത്തുവരാൻ 2 ദിവസത്തെ സമയമാണ് കണക്കാക്കുന്നത്. അതുവരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കും. എനിക്ക് തൊട്ടരികിലുള്ള ആംബുലൻസിൽ ഉള്ളത് അർജുന്റെ ശരീരഭാഗങ്ങളാണ്. അങ്കോള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ച ശേഷമാണ് ഈ മൃതദേഹ ഭാഗങ്ങൾ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് എത്തിയത്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവും. അതിന് ശേഷമായിരിക്കും മംഗലാപുരത്തേക്ക് റീജിയണൽ ഫോറൻസിക് ലാബറട്ടറിയിലേക്ക് ഇത്തരത്തിൽ DNA പരിശോധനയ്ക്കായുള്ള ഭാഗമായിട്ടുള്ള തയ്യാറെടുപ്പുകളും മറ്റുമൊക്കെ തന്നെ നടക്കുക. അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ചിലവ് കർണാടക സർക്കാർ വഹിക്കുമെന്ന് MK രാഘവൻ MP അറിയിച്ചു. സംസ്കാരം ഉൾപ്പെടെയുള്ള മറ്റ് ചിലവുകൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും. കളക്ടർ തന്നെ നേരിട്ട് അവിടുത്തെ കളക്ടറോട് വിളിച്ചിട്ട് അതിനെല്ലാ നടപടികളും സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് പൂർത്തീകരിച്ച് കൊണ്ടുവരാനുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെന്റ് തന്നെ ചെയ്യും. ഗംഗാവലിപ്പുഴയിൽ നേവിയും റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രബാലനും രേഖപ്പെടുത്തിയ സ്പോട്ട് 2 നിന്നാണ് ട്രക്ക് കണ്ടെത്തിയത്. കരയ്ക്ക് കയറ്റുന്നതിനിടെ ട്രക്കുമായി ബന്ധിച്ച വടം പലതവണ പൊട്ടി. ലോറിയുടെ ക്യാബിനിൽ നാളെ വീണ്ടും പരിശോധന നടത്തും. ബോഡി പാർട്സിൽ എന്തെങ്കിലും ആ വാഹനത്തിൽ ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ എടുത്തതിൽ മുഴുവൻ പാർട്സ് ഉണ്ടോ? എന്താ ഇല്ല, മുഴുവൻ പാർട്സ് വ്യക്തമായ ഫുള്ളായിട്ടുള്ള പാർട്സ് വന്നില്ല. എന്നാലും മേജർ പാർട്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് പാർട്സ് ഉണ്ടോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അത് പൊളിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അർജുനൊപ്പം കാണാതായ മറ്റ് 2 പേർക്കുള്ള തിരച്ചിലും ഷിരൂരിൽ തുടരും. മാതൃഭൂമി ന്യൂസ്, ഷിരൂർ.